ചേട്ടനും അനിയനും ആദ്യമായിട്ടാണ് ശർക്കര ഇതിങ്ങനെ കഴിക്കണേ കേട്ടോ. ആ കഴിപ്പ് ഒരൊറ്റ തവണ കഴിച്ചുള്ളൂ എന്നുണ്ടെങ്കിലും പിന്നെ അവന്മാർ അതിന് അഡിക്റ്റായി. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഒറ്റ തവണ കൊടുത്തത് അബദ്ധമായി എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് കേട്ടോ. പണ്ട് അമ്മ പറയുമായിരുന്നേ, അമ്മയൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു ശർക്കര കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കൊതിച്ചിട്ടുണ്ടെന്നൊക്കെ. ഇവന്മാർക്ക് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ ചെപ്പ് കാണുമ്പോഴത്തേക്കും എന്തിനാ നമ്മൾ എവിടെ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ അത് കണ്ടെത്തും. എന്നിട്ട് അടുക്കളയിലേക്ക് കൈ പിടിച്ച് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും, അമ്മ അതങ്ങ് എടുക്കുക എന്നും പറഞ്ഞിട്ട്. എങ്ങനെയാണോ ഇവർ കണ്ടുപിടിക്കുന്നത്? എന്തായാലും വെള്ളമൊക്കെ ഒലിപ്പിച്ച് കൊതിയോടുകൂടിയാണ് ചേട്ടനും അനിയനും കഴിക്കണത് കേട്ടോ. ഈ ഡോണുവിനാണെന്നുണ്ടെങ്കിൽ പല്ല്, ഫ്രണ്ടിലത്തെ പല്ല് മുഴുവനും പോക്കാണ്, അണപ്പല്ലൊക്കെ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഡോണു കാരി തിന്നണത്. നിങ്ങളുടെ വീട്ടിലും പിള്ളേർ ഇങ്ങനെയാണോ? ശർക്കര കൊതിയന്മാരും കൊതിയത്തികളൊക്കെയാണോ കുഞ്ഞുങ്ങൾ? ഇവിടെ രണ്ടെണ്ണം ഇപ്പം ഇതുമ്മ അഡിക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളെ. പിന്നെ കഴിഞ്ഞ ദിവസം ചാച്ചനാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയിൽ ഇങ്ങനെ DH എഴുതുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ കുറച്ച് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, എവിടെയാണ് DHയുടെ കോഴ്സ് ഞാൻ പഠിച്ചതെന്നൊക്കെ. ഞാൻ നമ്മുടെ അങ്കമാലി സെൻറ്റ് പോൾസിലാണ് കേട്ടോ DHയുടെ കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നത്. വിധം നമ്മുടെ തൃശ്ശൂർ സൈഡുള്ളവർക്കും അല്ലാത്തവർക്കും അറിയുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഈ ഒരു സെൻറ്റ് പോൾസ്. കാരണം അവിടെ DH മാത്രമല്ല, എല്ലാ വിധത്തിലുള്ള എക്സാംസും ഉണ്ടെന്ന് തോന്നുന്നു. MOH, HAD അങ്ങനെ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ചാച്ചൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കുറച്ച് ഒപ്റ്റിക്കൽസിലൊക്കെ ഇതേപോലെ CV കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ DHയുടെ കോച്ചിങ് എടുത്തു എന്നുണ്ടെങ്കിലും എക്സാം ഇതുവരേക്കും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ DH ഇല്ലാണ്ട് വേക്കൻസീസ് കുറവാണ്. DH ഉള്ളവർക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കരാമ, അൽനാദ ടു അങ്ങനെ ആ ഒരു സൈഡിലൊക്കെയാണ് ഞാൻ CV കൂടുതലും, കാരണം അടുത്താണല്ലോ, അപ്പോൾ അവിടേക്കാണ് ഞാൻ കൂടുതലും നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് കമൻസ് വന്ന കാരണമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കൂട്ടത്തിൽ ഇതങ്ങ് പറഞ്ഞു പോയത്. അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഈ എഴുതപ്പനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പണിയിലാണ് കേട്ടോ. ഇങ്ങനെ പണി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം വാങ്ങി തരാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ചുമ്മാ ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പണി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം ഉണ്ടടാ ഭയങ്കര ഡെഡിക്കേറ്റഡ് മൈൻഡോട് കൂടി ഓടി വന്നേക്കാണ്, ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട്. ഐസ്ക്രീം വാങ്ങി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ മുഴുവൻ പണികളെടുക്കും. അത് കാരണം ഞാൻ ഈ ഐസ്ക്രീം വാങ്ങിത്തരാം, മിഠായി വാങ്ങിത്തരാം എന്നുള്ള പറച്ചിൽ ഇതോടുകൂടി ഞാൻ നിർത്തിയിട്ടോ. ഡോണു ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവൻ അവൻ്റേതായിട്ടുള്ള പണി നോക്കുന്നുണ്ട്. ചേട്ടനാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് ഡോണു ചോദിക്കുകയാണ് ഞാൻ വരണമെന്ന് ചോദിച്ചപ്പോൾ പൊന്നു വരണ്ട, പൊന്നു അവിടെ ഇരുന്നോ എന്നൊക്കെയാണ് എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജാതിക്കായ അങ്ങ് ഉണക്കി ഒരു വിധം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പാപ്പനും അമ്മാമയും കൂടി കുറച്ച് അടയ്ക്ക ഉണക്കിയതുണ്ടായിരുന്നു. അത് അടയ്ക്കാഗൂര് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ കൊടുത്തിട്ട് നമുക്ക് എത്ര കിട്ടുമെന്നൊന്നും അറിയാൻ പാടില്ല, എന്തായാലും കുറച്ചൊക്കെ ഉള്ളൂ, ഉള്ളതങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അടുത്ത വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.